ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു ബ്രേസ്ലെറ്റ് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് മേക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബ്രേസ്ലെറ്റാണ്. തുടക്കക്കാർക്കും വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിൽ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ക്രിസ്റ്റൽ ബീഡ്സ്, പിന്നെ പേൾ ബീഡ്സ്, പിന്നെ നമ്മുടെ ഷുഗർ ബീഡ്സ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനു മുന്നേ ഞാൻ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ പുതുതായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ താല്പര്യമുള്ള ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ, റിലേറ്റീവ്സ് ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ പിന്നെ തുടക്കക്കാരൊക്കെ കാണുവാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അറിയിക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ഇത് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൽ ഈ ഒരു സിൽവർ കളറുള്ള ഷുഗർ ബീഡ്സാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ നമുക്ക് ഈ ഒരു ബ്ലാക്ക് കളർ ക്രിസ്റ്റൽ ബീഡ്സ് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ പേൾ ബീഡ്സ്, അത് ഒരു 8 mm പേൾ ബീഡ്സാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. പിന്നെ നമുക്കിത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ജംറിങ് വേണം. അതുപോലെ തന്നെ കുളത്ത് വേണമല്ലോ, ആ ഒരു കുളത്തും ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് നൈലോൺ ത്രെഡിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഈ 2 കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ജംറിങ്സിൻ്റെ മുകളിൽ ഈ കുളത്തൊന്ന് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ നൈലോൺ ത്രെഡ് വെച്ചിട്ട് നമ്മളൊന്ന് കെട്ടിട്ട് കൊടുക്കണം. 2-3 തവണ ഒന്ന് കെട്ടിട്ട് വെച്ചിട്ട് ഇത് സെയിം ലെങ്ത്തിൽ 2 സൈഡും വേണം. ആ ഒരു രീതിയിൽ നമുക്ക് ഒന്ന് കെട്ടിട്ട് കൊടുക്കണം. എന്നിട്ട് 2 സൈഡിലോട്ടുമായിട്ട് ബീഡ്സ് കോർത്തെടുക്കണം. അപ്പോൾ ഞാൻ 2 സൈഡിലും 5 ഷുഗർ ബീഡ്സ് വീതം ഇതുപോലെ ഒന്ന് കോർത്തെടുത്തിട്ടുണ്ട് കേട്ടോ. 2 സൈഡിലും ഒരുപോലെ കോർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു വൈറ്റ് കളറ് പേൾ ബീഡ് വെച്ചിട്ട് നമുക്കൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ലോക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു ഷുഗർ ബീഡ്, ഒരു ക്രിസ്റ്റൽ ബീഡ്, പിന്നെ ഒരു ഷുഗർ ബീഡ്, അതുപോലെ 2 സൈഡിലുമായിട്ട് നമുക്കൊന്ന് കോർത്ത് കൊടുക്കണം. ഫസ്റ്റ് നമ്മൾ ഷുഗർ ബീഡ്സ് കൊടുക്കുന്നു, പിന്നെ ബ്ലാക്ക് കളറിലുള്ള ഒരു ക്രിസ്റ്റൽ ബീഡ് കൊടുക്കുന്നു, പിന്നെ ഒരു ഷുഗർ ബീഡ്സ് കൊടുക്കുന്നു. അതുപോലെ 2 സൈഡിലായിട്ട് നമുക്ക് കൊടുക്കണം. ഓക്കെ, അതുപോലെ ചെയ്തതിന് ശേഷം നമുക്ക് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അഗെയിൻ നമുക്ക് നമ്മുടെ വൈറ്റ് പേൾ ബീഡ് വെച്ചിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇത് കഴിഞ്ഞാൽ നമുക്ക് അഗെയിൻ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പിന്നെയും നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു കാര്യം തന്നെയാണ് കേട്ടോ. ഒരു ഷുഗർ ബീഡ് വെച്ചിട്ട് കൊടുക്കും, പിന്നെ ക്രിസ്റ്റൽ ബീഡ്, പിന്നെ ഷുഗർ ബീഡ്, അതുപോലെ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു വൈറ്റ് കളറ് പേൾ ബീഡ് കൊടുക്കണം. ഈ ഒരു കാര്യം കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ ഞാനൊരു 2-3 ടൈം ചെയ്തപ്പോൾ ഈ ഒരു പാറ്റേണിലായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ചെയ്തുകൊണ്ടിരിക്കും, നിങ്ങൾക്ക് ഈ ഒരു ഡിസൈൻ കിട്ടും കേട്ടോ. വളരെ സിമ്പിളാണ്, ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഒരു 4 വയസ്സിലൊക്കെ ഉള്ള ഒരു കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ലെങ്ത്തിൽ ചെയ്യുന്നത്. അപ്പോൾ നൈലോൺ ത്രെഡ് ഞാനൊരു 60 cm ലെങ്ത്തിലാണ് നൈലോൺ ത്രെഡ് കട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആവശ്യാനുസരണം ലെങ്ത്ത് നോക്കിയിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. ഏകദേശം നമുക്കൊരു ധാരണ ഉണ്ടാവുമല്ലോ, കയ്യിൽ വെച്ച് നോക്കുമ്പോൾ എത്ര വേണം ഒരു ത്രെഡ് എന്നുള്ള കാര്യങ്ങളൊക്കെ. അത് നോക്കിയിട്ട് നിങ്ങൾ സൈസ് ഇതിൻ്റെ മെഷർമെൻറ്റ് എടുത്താൽ മതി. അപ്പോൾ ഇത്രയും മാത്രമേ ഉള്ളൂ. ഈ ഒരു കാര്യം കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ നല്ലൊരു പാറ്റേൺ തന്നെ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഇത്രയും ഭാഗം ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റിൽ ഇതിൻ്റെ എൻഡിലെത്തുമ്പോൾ നമുക്ക് ആദ്യം ചെയ്ത പോലെ തന്നെ ആ ഒരു ഡിസൈനിൽ കൊണ്ടുവരണം. അതായത് 5 ഷുഗർ ബീഡ്സ് 2 സൈഡിലോട്ടുമായിട്ട് കോർത്തെടുക്കണം. എന്നിട്ടൊന്ന് കെട്ട് കൊടുത്താൽ മതി. ഓക്കെ, ഇനി കെട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ജംറിങ്സും കൂടി ഒന്ന് ഇട്ട് കൊടുക്കും. അപ്പോൾ ഇതുപോലെ ഞാൻ കെട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ജംറിങ്സും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇപ്പോൾ ചെയ്ത പോലെ തന്നെ ഒന്ന് 2-3 തവണ ഒന്ന് കെട്ടിക്കൊടുക്കണം. ടൈറ്റായിട്ട് തന്നെ ഒന്ന് കെട്ടിക്കൊടുക്കണം. എന്നിട്ട് ബാക്കി വരുന്ന നൈലോൺ ത്രെഡ് നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയണം. അപ്പോൾ കട്ട് ചെയ്ത് കളയുമ്പോൾ നിങ്ങളൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. അപ്പോൾ ഈ എൻഡിൽ വെച്ച് തന്നെ ഇത് കട്ട് ചെയ്ത് ഉരുക്കി കളയാതെ നമ്മൾ പിറകിലോട്ട് ഈ ഓരോ ബീഡ്സിൻ്റെ ഉള്ളിലോട്ട് ഒന്നുകൂടി കോർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് പിറകിലോട്ട് എത്തിക്കഴിഞ്ഞാൽ, അതായത് അത്രയും ലെങ്ത്ത് കഴിഞ്ഞാൽ നമ്മളൊന്ന് അതിൻ്റെ എൻഡൊന്ന് കട്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഉരുക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ ചാൻസ് ഇല്ല, അത് ഇളക്കി പോരാനുള്ള ചാൻസ് ഒട്ടും തന്നെ ഇല്ല. അപ്പോൾ എൻഡിൽ വെച്ച് കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഊരി വരാനുള്ള ചാൻസ് ഉണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം കൂടി ചെയ്ത് കഴിഞ്ഞ്
ഇത് കൂടി കഴിഞ്ഞാൽ നമ്മുടെ ബ്രേസ്ലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ള വർക്കാണ്. അപ്പോൾ ചെറിയ കുഞ്ഞു കുട്ടികൾക്ക് പോലും ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള വർക്കാണ്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു വർക്കാണ്. നിർബന്ധമായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വേറെ പുതുതായിട്ടൊന്നും പറയാനില്ല. എപ്പോഴും പറയുന്ന പോലെ തന്നെ പുതുതായിട്ട് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്നെങ്കിൽ ഒന്ന് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. എന്തെങ്കിലുമൊക്കെ സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിച്ചാൽ മതി. ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൊരു പുതിയ ഐറ്റമായിട്ട് കാണാം. ബൈ ബൈ.